എന്താണ് വേൾഡ് എക്കണോമിക് ഫോറം ഈ വർഷത്തേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നത്? എന്തെല്ലാമാണ് അവരുടെ പദ്ധതികൾ ലോകത്തിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുവാൻ? എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാലവും ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത്? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു 20. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. വേൾഡ് എക്കണോമിക് ഫോറവും ആരെല്ലാമാണോ അതിനെ പിന്താങ്ങുന്നവരും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഏകലോക ഗവൺമെൻറ് സിസ്റ്റവും ലോകത്തിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുവാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അന്ത്യകാലത്തിൽ ഒരു ഏകലോക ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാകും. അന്നാളിൽ എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഞാൻ ഇതിനു മുമ്പുള്ള മറ്റുള്ള ചില സന്ദേശങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രകാരമുള്ള സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിലെമ്പാടും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അവയുടെ ചില ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ കാണണം. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോടെ നിങ്ങൾ അമർത്തണം. അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ഈ ചാനലിൽ പോസ്റ്റഡ് ആകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എന്തെല്ലാമാണ് അവർ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നടപ്പിലാക്കുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്? അവരിപ്പോൾ പദ്ധതി ഇടുന്നത് 15 മിനിറ്റ് സിറ്റീസിൻ്റെ ആ ആശയമാണ്. അതിൽ എല്ലാവരും വളരെ ചേർന്ന് തന്നെ പാർക്കുന്ന ഒരു നഗരം, അതിൽ 15 മിനിറ്റിൻ്റെ ദൂരത്തിൽ നടന്നു പോയി കാര്യങ്ങൾ സാധിക്കുന്ന വിധത്തിലാണ് എല്ലാവരും താമസിക്കുന്നത്. അതിപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും സ്കൂള്, ഹെൽത്ത് കെയർ എന്തു തന്നെയായാലും അപ്രകാരമുള്ള ചുറ്റളവിൽ 15 മിനിറ്റും കൊണ്ട് ആളുകൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലായിടത്തും നടന്നെത്താം. Now what they're slamming us with is these 15-minute cities. Make no mistake, it's not about your convenience. It's not that they want you to be able to, have all of these places that you need to get to very close. And it's not about saving the planet either, by the way. The 15-minute cities, they will have to have those before they can lock you down. And that's what we're talking about here. So in Great Britain, some county already passed legislation. They will be able to impose a climate lockdown. That's the next step. That's what we're talking about. So in order to do that, they will have to have these 15-minute cities. അപ്പോൾ അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ആളുകളെ കൺട്രോൾ ചെയ്യുക. നിയോം അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ആ ലൈൻ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ പണിത് വരുന്നത് തന്നെ ഈ 15 മിനിറ്റ് സിറ്റിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതിൽ എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ 15 മിനിറ്റിൻ്റെ നടക്കുന്ന ദൂരത്തിൽ നമുക്ക് ലഭ്യമാണ്. For too long, humanity has existed within dysfunctional and polluted cities that ignore nature. Now, a revolution in civilization is taking place. Imagine a traditional city and consolidating its footprint, designing to protect and enhance nature. The line will be home to 9 million residents and will be built with a footprint of just 34 square kilometers. And we are designing it to provide a healthier, more sustainable quality of life. The line's communities are organized in 3 dimensions. Residents have access to all their daily needs within 5-minute walk neighborhoods. And the line's infrastructure makes it possible to travel end to end in 20 minutes with no need for cars, resulting in zero carbon emissions. ആ 15 മിനിറ്റിൻ്റെ ദൂരത്തിനെക്കാട്ടിലും അപ്പുറത്ത് നമുക്ക് പോകുവാൻ അനുവാദമില്ല. ആ നഗരത്തിലേക്ക് റോഡുകളില്ല, അതിൽ നിന്ന് വാതിലുകളുമില്ല പുറത്തോട്ട്. നമ്മൾക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെയും ഉടമസ്ഥാവകാശം ഉണ്ടാവരുത്. അതിപ്പോൾ പ്രൈവറ്റ് കാറുകൾ പോലും നമ്മൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാകുവാൻ പാടില്ല. We meet for the 20th. I hope I will have the pleasure still to be invited for the meeting. When we meet for the 20th Governance Summit, you will use the app like Uber, but not anymore to call some driver, but an automatically guided car, a self-driven car, will come to your hotel or wherever you are and will bring you to the airport. No, Los Angeles is one of the cities with the heaviest traffic, who told me in 2030 Los Angeles will be private car driven free. And this
will allow to transform highways into parks and other public spheres. അവർ പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ റെന്റിനെടുത്ത് ആ ഒരു സിസ്റ്റത്തിൽ അങ്ങ് താമസിക്കുക. ഞാനിതെല്ലാം നേരത്തെ ഒരു സന്ദേശത്തിൽ 2030 അജണ്ട 2030 ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്. യുസി, ഇപ്രകാരമുള്ള ആളുകൾ, അതായത് അന്തരീക്ഷത്തിൻ്റെ ഈ ക്ലൈമറ്റിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണമെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ആഗോളതലത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നവരുടെ കൂട്ടം നോക്കിയാൽ ഇവരായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. Are you the right messenger on this? Because you fly private planes a lot and you're creating a lot of greenhouse gases yourself. Yeah, I'd probably have one of the highest greenhouse gas footprints of anyone on the planet. You know, my It's kind of ironic. personal flying alone is gigantic. അത് തന്നെ എന്തൊരു വിരോധാഭാസമാണ്. And this leads me to the fourth difference of this technological revolution. It changes not only what we are doing, it changes us. Because it's a fusion of our physical, digital, and biological spheres. It's an integration of those spheres. Just think of sensors planted into our brains. The opportunities are immense. And we have to prepare ourselves already now. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, പ്രത്യുത ആളുകളെ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ട് നടത്തിയ ഒരു ഗവേഷണത്തിൽ UK ജേർണലായ പ്ലോസിൽ പബ്ലിഷ് ചെയ്തതായിരുന്നു. ഹ്യൂമൻസ് മേ ബി ഫ്യൂവലിംഗ് ഗ്ലോബൽ വാർമിംഗ് ബൈ ബ്രീത്തിങ്. അതായത് ശ്വസിക്കുന്നതിലൂടെ തന്നെ മനുഷ്യർ ആഗോളതലത്തിലുള്ള താപനില ഉയർത്തുന്നതിനേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. നോക്കിക്കോണം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിലുള്ളവർ തന്നെ സമ്മതിക്കുന്നു ആഗോളതലത്തിലുള്ള നെറ്റ് സീറോ CO2 എമിഷൻസ്, അതായത് കാർബൺ ഡയോക്സൈഡ് എന്ന ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാതെ തന്നെ ഇരിക്കുക. അങ്ങനെ 2050 ആകുമ്പോഴേക്കും 1.5 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ മാത്രം വർധനവ് കൊണ്ടിരിക. ആ ഒരു ലക്ഷ്യം തന്നെ സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് അവർ പോലും സമ്മതിക്കുന്നു. അപ്പോൾ നെറ്റ് സീറോ എമിഷൻസ്, അതായത് യാതൊരു വിധത്തിലും മലിനീകരണം കൂടരുത് എന്ന ആ ഒരു ലക്ഷ്യം പോലും സാധിക്കത്തില്ല എങ്കിൽ അവർ പിന്നെ മറ്റ് രീതികളിലൂടെ, അതായത് പുതിയ ലോസ്, പുതിയ നിയമങ്ങൾ, പുതിയ ടാക്സുകൾ, പുതിയ ഫൈനുകൾ, പുതിയ സിസ്റ്റത്തിലൂടെയെല്ലാം ആളുകളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതികളാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. ഇപ്രകാരമുള്ള രീതിയിൽ ആഗോളതലത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കുവാൻ, കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ എങ്ങനെയാണ് അവൻ ആ ഒരു സിസ്റ്റത്തെ ലോകമെമ്പാടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഞാൻ ഈ വേദഭാഗങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു മുമ്പുള്ള ചില സന്ദേശങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ സകലരെയും നിയന്ത്രിക്കുവാനായിട്ടുള്ള ഈ ഒരു പദ്ധതികൾ മുൻപോട്ട് നീങ്ങിപ്പോകുന്നത് എതിർക്രിസ്തുവിൻ്റെ ആ സിസ്റ്റത്തിലേക്കാണ്. അന്ന് എതിർക്രിസ്തു ഇതെല്ലാം ഉപയോഗിച്ച്, ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സകലരെയും കൺട്രോൾ ചെയ്യുവാനും സകലരെയും നിരീക്ഷിക്കുവാനും ഉപയോഗിക്കും. എപ്പോഴാണ് എതിർക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്? അതും ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ സ്വാതന്ത്ര്യവും സമാധാനവും ഉള്ളത് ക്രിസ്തുവിൽ ആയവർക്കാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ് ആ പദപ്രയോഗം നമ്മൾ കാണുന്നത്, ക്രിസ്തുവിൽ ആയവർക്ക്. കാരണം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാവണത്തിലെ പ്രത്യക്ഷപ്പെടലാണ് ഏറ്റവും ആദ്യം സംഭവിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഉൽപ്രാവണം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത്? അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. താഴെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയും നിങ്ങളുടെ ജീവിതം യേശു കർത്താവിന് വേണ്ടി സമർപ്പിച്ചല്ല എങ്കിൽ നാളേക്ക് ആ തീരുമാനം മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ഒരു സമർപ്പണ തീരുമാനം എടുക്കാമോ? ഇന്നാണ് രക്ഷയ്ക്കായിട്ടുള്ള സുദിനം. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കണം. യേശു കർത്താവ് നിങ്ങൾക്ക് പകരമായി ക്രൂശേൽ യാഗമായി തീർന്നു എന്നിട്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്
യേശുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണം. ഏറ്റവും ആദ്യത്തെ കൽപ്പനയായ പിതാവ് പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേരണം. എന്നിട്ട് യേശുവിന് പ്രസാദകരമായ ഒരു ജീവിതം വേണം ഓരോ ദിവസവും ജീവിക്കുവാൻ. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിശുദ്ധി വേണം. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.